ഹേ സിനിഫാൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ദിലീപിൻ്റെ സിനിമയെ പറ്റിയാണ്, D-152. അപ്പോൾ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷാജി കൈലാസിൻ്റെ മോനായ ജഗൻ ഷാജി കൈലാസാണ്. അപ്പോൾ എന്തായാലും ഒരു മാസ് പരിപാടി തന്നെയാണ് ഒപ്പിക്കാൻ പോണത്. എന്തായാലും അച്ഛനെ പോലെ തന്നെ മോനും കിടക്കട്ടെ. നമുക്ക് റൺവേ പോലത്തെ സിനിമ ഇനി വരില്ല, എങ്കിലും അതുപോലെ അതിന് ഒക്കെ ഒപ്പമുള്ള നല്ലൊരു സിനിമ തന്നെ ആവട്ടെ. ഈ സിനിമയുടെ പൂജ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കളങ്കാവൽ എന്ന സിനിമയുടെ ട്രെയിലറിൻ്റെ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ ട്രെയിലർ ഇന്ന് 6 മണിക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരു കിടിലൻ ട്രെയിലർ തന്നെയാണ്. ഏറ്റവും അവസാനം മമ്മൂട്ടിനെ കാണിക്കണമുള്ളെങ്കിൽ പോലും ആ 1-2 സെക്കൻഡ്സിലെ ഡയലോഗ് തന്നെ മതി നമുക്ക് സിനിമ കാണാൻ. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ വിലായത്ത് ബുദ്ധയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാണ് ലുലു മാളിൽ. അതായത് നാളെ നവംബർ 14 6:30 ട്രെയിലർ ലോഞ്ച് നടത്തും. പിന്നെ അതിനുശേഷം നവംബർ 15 നമുക്കറിയാം നമ്മുടെ ഗ്ലോബ് റൗട്ടറിൻ്റെ ലൈവ് ഇവൻറ്റ് നടക്കുകയാണ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ. നമ്മുടെ അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന നിവിൻപോളി അഭിനയിക്കുന്ന സിനിമയാണല്ലോ സർവമായ. അപ്പോൾ സിനിമ അങ്ങനെ പാക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി അപ്ഡേറ്റ്സും ട്രെയിലറൊക്കെ പുറകെ തന്നെ വരുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ രാജമൗലിയുടെ തൽക്കാലിക പേരിട്ട ഗ്ലോബ് റൗട്ടർ എന്ന സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ ഒരു പോസ്റ്റർ തന്നെയാണ്. മന്ദാകിനി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് പോസ്റ്ററാണ്. എന്തായാലും നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആട് 3യുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ആട് 3യിൽ നമ്മുടെ ഫുക്രുവും കൂടെ ഒരു കഥാപാത്രത്തെ ചെയ്യുന്നതായിരിക്കും. മിക്കവാറും അവരുടെ ഗ്രൂപ്പിലുള്ള വടംവലി ഗ്രൂപ്പിലുള്ള ഒരാൾ തന്നെ ആയിരിക്കും. അപ്പോൾ മുൻ വന്ന ഒരാൾ ആ ക്യാരക്ടർ ഉണ്ടാവില്ല, അതിന് പകരമാണ് ഫുക്രു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഫുക്രു ഇവരുടെ ഗ്രൂപ്പിൽ വരുന്നതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റ് ഒരു OTT അപ്ഡേറ്റ് ആണ്. നമ്മുടെ അക്ഷയ് കുമാറിൻ്റെ ജോളി LLB 3 എന്ന ഒരു സിനിമ. ഈ സിനിമ ഈ മാസം നവംബർ 14 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മലയാളത്തിൽ നിന്ന് അടുത്തതായിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ വരാൻ പോണ സിനിമയാണ് കാട്ടാളൻ. അപ്പോൾ സിനിമ റെക്കോർഡ് തുകയ്ക്കാണ് നമ്മുടെ ഫാർസ് ഫിലിംസ് കൈകോർത്തിരിക്കുന്നത് നമ്മുടെ ക്യൂബ്സ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാട്ടാളന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ കീർത്തി സുരേഷ് നായികയായ സിനിമയാണല്ലോ റിവോൾവർ റിട്ട. അപ്പോൾ സിനിമയുടെ ട്രെയിലർ ഇന്നേ ദിവസം 6:30 നമ്മുടെ വെങ്കട് പ്രഭു അദ്ദേഹത്തിൻ്റെ പേജുകളിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ OTT വാർത്തകൾ. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.